നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തെല്ലാമാണ് നമ്മൾ കേൾക്കുന്നത്. വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പ് അർജൻറ്റീനയുടെ ഡ്രസ്സിംഗ് റൂമിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതാണ് മെസ്സി അതെല്ലാം മറക്കുക ഗൈസ്, നമുക്ക് കളിയിൽ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപകമായ കോൺസ്പിറസി സിദ്ധാന്തങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിലും ഇന്നലെ ഒന്ന് രണ്ടെണ്ണമൊക്കെ വന്നു. നമ്മൾ ലൈവിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഇത്തരം വിവരക്കേടുകൾ പ്രചരിപ്പിക്കരുത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്കലോനിയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിയൊക്കെ താമസിക്കുന്ന സ്പെയിനിലാണ്, എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് അങ്ങ് പടച്ചു വിടുകയാണ്. മെസ്സിയുടെ പെപ്ടോക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഇതെല്ലാം വളർന്നു വന്നത്. സാധാരണഗതി പറയുന്ന പോലെ മറ്റെല്ലാം മറക്കൂ, നമുക്ക് കളിക്കളത്തിൽ പോരാടാം എന്ന് പറഞ്ഞതിന്, എല്ലാം സമർപ്പിച്ച് കളിക്കൂ എന്ന് പറഞ്ഞതിന് എന്തോ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ മറന്നിട്ട് നിങ്ങൾ കളിക്കാനിറങ്ങുന്ന മെസ്സി പറഞ്ഞെന്നുള്ള ടോണിലായി പോയി കാര്യങ്ങൾ. അത് ഇവിടുത്തെ കമൻറ്റ് ബോക്സുകൾ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ അത്തരത്തിൽ പലരും ഊതി വീർപ്പിച്ചു. സ്കലോനിയോട് തന്നെ ചോദ്യം. അതാണ് സ്കലോനിയോട് ഇന്നലെ ഈ കാര്യം ചോദിക്കുന്നു. ഇന്നലെ അദ്ദേഹം കാറിൽ മൂവ് ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസിലേക്ക്, ഹോം ടൗണിലേക്ക് എത്തിയ സമയത്ത് ഈ ഒരു ചോദ്യം വരുന്നു. TOC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ജേർണലിസ്റ്റുകൾ, അദ്ദേഹം കാർ നിർത്തിയ ഉടനെ ജേർണലിസ്റ്റുകൾ അദ്ദേഹത്തെ പൊതിഞ്ഞു. എന്നിട്ട് ചോദിക്കുകയാണ്, ഡ്രസ്സിംഗ് റൂമിൽ എന്താണ് സംഭവിച്ചത്, മെസ്സിയുടെ പെപ്ടോക്കിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ പരക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ സോഷ്യൽ മീഡിയ നോക്കാറില്ല, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, എനിക്കത് ഒന്നും മനസ്സിലായിട്ടില്ല, പിന്നെ ഐ നോ നത്തിങ്, സാധാരണഗതിയിലുള്ള പെപ്ടോക്കല്ലാതെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് സ്കലോനി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്നും ഒരു പ്രാധാന്യവുമില്ല, സാധാരണ സംഭവങ്ങൾ മാത്രമാണ് ഡ്രസ്സിംഗ് റൂമിൽ സംഭവിച്ചത്. എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രവേഴ്സികൾ ഉണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സ്കലോനിയുടെ പ്രതികരണം മുഴുവനും വന്നത്. വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ടീമിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ, എന്തെങ്കിലും ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നോ. അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി ഈ ചോദ്യം കേട്ടപ്പോൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്താണ് എന്നോട് ചോദിക്കുന്നതെന്ന്. നമ്മൾ രണ്ട് വഴിക്കാണ് സുഹൃത്തെ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, താരങ്ങളെല്ലാവരും അവരുടെ എല്ലാം സമർപ്പിച്ചാണ് കളിക്കളത്തിൽ നിന്നത്. അങ്ങനെയാണ് വേൾഡ് കപ്പിൽ മുന്നോട്ട് പോയത്. അവരുടെ ക്യാരക്ടർ എന്താണ്, ഈ ജേഴ്സിയോടുള്ള അവരുടെ ഇഷ്ടം എന്താണ് എന്നുള്ളതൊക്കെ അവർ കൃത്യമായിട്ട് കാണിച്ചു. നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഹോപ്പ്ഫുള്ളി നാളെ പ്ലെയേഴ്സ് ദേശീയ ടീമിലേക്ക് ഇനിയും വരുമ്പോൾ ഇതൊരു പ്രശ്നമാവില്ല. കാരണം താരങ്ങൾ ടീമിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിച്ചതാണ് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. അതേസമയം അർജൻറ്റീനയിൽ വലിയ രൂപത്തിലുള്ള സ്വീകരണമാണ് ടീമിന് ഏർപ്പെടുത്തിയിരുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ദി റിസപ്ഷൻ വാസ് ഇൻക്രെഡിബിൾ. നമ്മൾ വിജയിച്ചില്ല എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സങ്കടമുണ്ട്. ദാറ്റ്സ് ഫോർ ഷുവർ. കാരണം നമ്മുടെ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ട്. എന്നാലും ആളുകൾ ഈ രൂപത്തിൽ പരാജയപ്പെടുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ സന്തോഷമുണ്ട്. യു ക്യാൻ ലേൺ സംതിങ് പോസിറ്റീവ് ഫ്രം ഡിഫീറ്റ് ടു എന്നുകൂടി ഇപ്പോൾ സ്കലോനി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.